അവൾ എവിടെ പോയെന്നാ നീ പറഞ്ഞേ? പോയപ്പോ അവളുടെ തന്തയും കൂട്ടിക്കൊണ്ടുപോയില്ലേ അവള്? അവൾ ഇവിടുന്ന് പോയപ്പോ നീ എന്തോ എടുക്കുമായിരുന്നു? കൈയും കെട്ടി നോക്കി നിന്നില്ലേ? അതോ പോയ പോക്കി ഞാൻ അവിടെ കിടന്ന് ചാവൂന്നും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ലെന്നൊക്കെ നീ വിചാരിച്ചോടി? നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ മനഃപൂർവ്വം അവളെ ഇതിനകത്ത് ഇറക്കി വിടും അല്ലെങ്കിൽ അവളെ ഇറങ്ങിപ്പോവാൻ ഞാൻ സമ്മതിക്കുമെന്ന്? നിർത്തടി നീ ആരടുത്ത് ഇത്ര ഒച്ചത്തിൽ സംസാരിക്കുന്നത്? നിനക്ക് ഇത്രയ്ക്കും ധൈര്യമുണ്ടോ? നീയും നിന്റെ മോളും ഇവിടെ സുഖിച്ച് വാഴാൻ വേണ്ടിയിട്ടല്ല, അവളുടെ തള്ള ചത്തുപോയപ്പോ അവളുടെ തന്തയെ കൊണ്ട് നിന്നെ രണ്ടാമത് കെട്ടിച്ച് ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. എനിക്ക് അവളെ വേണമെന്ന് പറഞ്ഞാൽ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വർഷം കാത്തിരുന്നത്. ഇത്രയും നാളും അവൾക്ക് സമയം കൊടുത്തതാ ഞാൻ ചെയ്ത തെറ്റ്. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞില്ലേടി കൃഷ്ണ? എന്നിട്ട് നീ എൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടേക്കാ പോയേ? നീ എന്താ വിചാരിച്ചേ? ഒരു കുത്തുകേസിൽ ഞാൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ ആയുഷ്കാലം മൊത്തം ഞാൻ അതിനകത്ത് കിടക്കുമെന്നോ? ഇല്ലടി, പോ കൃഷ്ണ പോ. നിനക്ക് എവിടം വരെ ഓടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ അവിടം വരെ ഓടറി, നിന്റെ അച്ഛനെ സംരക്ഷിച്ചുകൊണ്ട്. എനിക്കറിയാം ഇനി എന്താ ചെയ്യണ്ടേന്ന്. ചേച്ചി ആരാ വന്നേ നോക്ക്. ശരി സീതക്കുഞ്ഞ്. എന്തുണ്ട് മേരിയമ്മ, സുഖമല്ലയോ? ആരാ ചേച്ചി വന്നേ? വിച്ചുമോനാ സീതക്കുഞ്ഞ്? സീതമ്മോ, മിസ് യു. വിടടാ, നീ എന്നെ ഞെക്കിക്കൊല്ലുവോ? ഓ, ഈ അമ്മ ഒന്ന് സ്നേഹിക്കാനും സമ്മതിക്കത്തില്ല. എന്റെ പപ്പ എനിക്ക് എന്റെ പപ്പയെ മതി, പോ. വിച്ചുമോന്റെ കളിതമാശക്ക് ഇപ്പോഴും ഒരു കുറവില്ലല്ലോ മോളെ. ഓ, അത് പിന്നെ അങ്ങനെയല്ലേ ചേച്ചി. പിന്നെ ഈ കാണിക്കുന്നൊക്കെ ഈ കുറച്ചു നാൾ കാണാതിരുന്നതിന്റെ സ്നേഹപ്രകടനങ്ങളാ. അല്ലടാ, അവൻ എന്തിയെ? നീ മാത്രമേ വന്നോളോ? അവൻ വന്നില്ല. അപ്പൊ അവൻ അവിടെ കുറച്ച് പണിയും കൂടി ഉണ്ട് സ്റ്റുഡിയോയിൽ. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇത്രയും ദിവസം കാണാണ്ടിരുന്നിട്ട് നിങ്ങളുടെ മൂത്ത മോൻ ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആർക്കും എന്നെ കുറിച്ചൊന്നും അറിയണ്ടേ? അവരെ കുറിച്ചോ അവനെ കുറിച്ചോ ഒക്കെ അറിഞ്ഞാൽ മതിയോ? അയ്യേ, എന്തോന്നടാ ഇത് കൊച്ചു പിള്ളേരെ പോലെ? നിർമ്മല് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടിയാ സ്റ്റുഡിയോ പോയെന്ന്. ഇപ്പൊ എന്താ നീ മാത്രം വന്നേക്കുന്ന? അവനെ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചു. അവൻ വന്നില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ അവളെയും കൊണ്ടിങ്ങ് പോരുന്നു. അവളോ? ഏതവള്? നീ ആരെ വിളിച്ചോണ്ടാ ചേട്ടാ വന്നേക്കുന്നേ? ഒന്ന് പോടി അവിടുന്ന്. ഞാൻ എന്റെ പെട്ടികളുടെ കാര്യാ പറഞ്ഞേ. അല്ല, നീ ഇതിനകത്തുണ്ടായിരുന്നോ? എന്നിട്ട് അനക്കും അവയൊന്നും കേട്ടില്ലല്ലോ ഇതുവരെ. അതോ, അത് ഞാൻ ഫുഡ് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. കേട്ടോടാ ചേട്ടാ. എന്നിട്ട് നീളെ എന്തേ വെച്ചു? ഇച്ചാ മതി, സ്നേഹപ്രകടനമൊക്കെ മതി. നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നോ മക്കളെ? ഒരു കാര്യം ചെയ്യ്, പോയി ഫ്രഷ് ആയിട്ട് വാ, അമ്മ കഴിക്കാൻ വല്ലതും എടുത്ത് വെക്കാം. വേണ്ടമ്മ, വരുന്ന വഴിക്ക് കഴിച്ചേച്ചാ വന്നേ. ഇനിയിപ്പോൾ കുറച്ചു നേരം ഒന്ന് കിടക്കണം, ഒന്ന് ഫ്രഷ് ആവണം. എന്നിട്ട് പിന്നെ രാത്രി വേണമെങ്കിൽ ഒരു പിടി പിടിക്കാം. ആ മക്കളെ, പോയി റെസ്റ്റ് എടുക്കാം. നിങ്ങൾ നോക്കും, നല്ല ക്ഷീണം കാണും. ഹോസ്പിറ്റലിൽ ഫുൾ ടൈം വർക്കല്ലായിരുന്നു. ശരിയാ പപ്പ, ഇന്ന് ഹോസ്പിറ്റലിൽ കുറച്ച് പേഷ്യൻസും കൂടുതലായിരുന്നു. ഫുൾ ബിസി ആയിരുന്നു. മതി രണ്ടുപേരും പോയി ഫ്രഷ് ആവാൻ നോക്ക്. ബാക്കി വിശേഷമൊക്കെ നമുക്ക് പിന്നെ പറയാം. അല്ല പൊന്നു, നീ പോന്നില്ലേ? ജീനയുടെ കൂടെ പോണെന്ന് പറഞ്ഞിട്ട് പോന്നിച്ചായ. അവൾ വർക്ക് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നെ വിളിക്കും, അന്നേരം ഞാൻ അങ്ങോട്ട് ചെന്നാൽ മതി. നിക്കടി അവിടെ. നിന്നെ നേരിച്ചവനെ കണ്ടിട്ട് എത്ര ദിവസമായി. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്ത് നീള. ഐ ലവ് യു ഡി. ഇച്ചായ, മിസ് യു ഇച്ചായ. ഐ ലവ് യു. பேச்செல்லாம் தாலாட்டு போல என்னை உறங்க வைக்க நீ இல்லை. தினமும் ஒரு முத்தம் தந்து காலை காஃபி கொடுக்க
நீ இல்லை. விழில் விழும் தூசி தன்னை நவல் எடுக்க நீ இங்கு இல்லை. மனதில் எழும் குழப்பம் தன்னை தீர்க்க நீ இங்கே இல்லை. நான் இங்கே நீயும் அங்கே, இந்த தனிமையில் நிமிஷங்கள் வருஷமானதேனோ. എന്താണ് ഇവിടെ എല്ലാരും കൂടി പരിപാടി? ആ നീ വന്നോ? ക്ഷീണമൊക്കെ മാറിയോ? അമ്മ എനിക്കൊരു കോഫി. ക്ഷീണമൊക്കെ മാറി വെപ്പ, എന്നാലും ചെറുതായിട്ട് തലവേദനയുണ്ട്. അല്ല നമ്മുടെ പൊന്നു നിർമ്മലും എന്തേ? അവരെ കണ്ടില്ലല്ലോ ഇവിടെ. റൂമിലാണോ? അല്ല ജയ, നിർമ്മല റൂമിലുണ്ട്. അവ ഉറക്കമാണെന്ന് തോന്നുന്നു. പിന്നെ പൊന്നു പിന്നെ ജീനയുടെ കൂടെ പുറത്തു പോയേക്കുക. എന്നതാ വല്ല പർച്ചേസിങ്ങിനും വല്ലാന്ന് പോയേക്കുന്നത്? എന്റെ പിന്നെ കട മൊത്തത്തെയും കൊണ്ടുവരുമല്ലോ ഇപ്പോൾ. ഓ, അതിനൊന്നും അല്ലടാ പോയേക്കുന്നേ. നമ്മുടെ ജീനയുടെ നാട്ടിലുള്ളൊരു കൂട്ടുകാരിക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഫിസിഷ്യനായിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ കുട്ടി നമ്മുടെ ഹോസ്പിറ്റലിനടുത്തുള്ള വീട്ടിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവളെ കാണാൻ വേണ്ടി രണ്ടുപേരും കൂടി പോയേക്കുക. അതാ ചിലപ്പം വരുമ്പോൾ താമസിക്കും. എന്തോന്ന്? ആര് എവിടെ സ്റ്റേ ചെയ്യുന്ന കാര്യം അമ്മി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എപ്പം? ഞാനൊന്നും അറിഞ്ഞില്ലല്ലേ. നിങ്ങൾ എങ്ങനെ അറിയാനാ? നിങ്ങൾ അതിന് വീട്ടിൽ ഇല്ലല്ലോ. വീട്ടിൽ ഉണ്ടായിട്ട് വേണ്ടേ നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ അറിയാൻ? അതുപോലെ കുറച്ച് ദിവസമേ ഉള്ളൂ ആ കൊച്ചു വരുന്ന കാര്യമൊക്കെ ശരിയായിട്ട്. എന്നാലും ഇത് വലിയ ചതിയായി പോയി പപ്പ. ഞങ്ങളുടെ ഇത് വേണ്ടായിരുന്നു, ഒരു വാക്ക് മുന്നേ പറയായിരുന്നു. അയ്യോ പാവം എന്റെ ചെക്കൻ. എന്താടാ, എന്താ പ്രശ്നം? നീ ഇത് ആരുടെ കാര്യം പറയുന്നത്? ഏത് ചെറുക്കൻ്റെ കാര്യം പറയുന്നത്? എന്താ പറ്റി? ഇപ്പൊ ആ കൊച്ചോട് താമസിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? അയ്യോ ഇതുവരെ ഒരു പ്രശ്നം ഇല്ലായിരുന്നു പപ്പ. ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ആവുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ കൂടുതൽ നേരം ഇരുന്ന് ഇനി ഒന്നും കൂടി പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ ദാ വരുന്നേ. അയ്യോ എന്റെ കർത്താവേ, നീ എന്റെ ചെറുക്കനെ കാത്തോണേ. പഞ്ചഭാവാന്ന് എന്റെ ചെറുക്കൻ. ആ കാണുന്ന തണ്ടും തടിയും മാത്രമേ ഉള്ളൂ. ഈ ഇച്ഛ എന്തോന്നാ ഈ കാണിക്കുന്നത്? എന്തുവാ ഇത്? ആർക്കറിയാം, അവനറിയാം എന്തുവന്ന്. ഓ പണ്ടവരടങ്ങാൻ. ഇവനാണെന്നുണ്ടെങ്കിൽ ഫോൺ വിളിച്ചാൽ ഒത്തോണം ഫോണും എടുക്കത്തില്ല. പുല്ല് സൈലന്റ് വല്ലതും ആയിരിക്കും. ഇനിയിപ്പോ എന്തോ ചെയ്യാനാ? അളിയനെ വിളിക്കാം. ഉറങ്ങുവാണെങ്കിൽ കുത്തി ഉണർത്താം, അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. എടാ അളിയ, എടാ അളിയൻ തണ്ടി, എടാ നിർമ്മല ഒന്ന് ഇണ്ണീരടാ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടാ, അല്ലെങ്കിൽ അവൻ കൊടുങ്ങൂടാ അതിനകത്ത്. നിർമ്മല നീ ഒന്ന് ഇണ്ണീരടാ. ഓ ഉറക്കപ്രാന്തൻ കട്ടിൽ കണ്ടാ പിന്നെ അവൻ ഇണ്ണിക്കത്തും ഇല്ല. എടാ നിർമ്മലെ ഒന്ന് ഇണ്ണീരടാ. എന്തോന്നടേ, നിനക്കൊന്നും വേറെ ഒരു ജോലിയില്ലേ? മനുഷ്യനൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കത്തില്ലടാ നീ. പിന്നെ അവന്റെ ഒരു ഉറക്കം ആനക്കാര്യത്തിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു ചേനക്കാര്യം. ഞാൻ പറയുന്നൊന്ന് കേക്കട പറ്റി നീ. ഓ നീ ആദ്യം കാര്യം പറ, ഇങ്ങനെ കിടന്ന് അലറാതെ. കാര്യം എന്തുവാ? ജീനയുടെ നാട്ടിലുള്ള ഏതോ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് കെട്ടിയെടുത്ത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ട് വരുന്നതും പോരാ, അവള് നമ്മുടെ ഔട്ട് ഹൗസിലടാ താമസിക്കുന്നത്. ഇനി അത് പ്രശ്നമാവത്തില്ലടാ. അതിന് ആ കൊച്ചവിടെ സ്റ്റേ ചെയ്യുന്നതിന് നമുക്ക് എന്തുവാടാ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുവാ? അന്നേരം നിനക്കറിയായിരുന്നു അവിടെ അങ്ങനെ ഒരു കൊച്ചു താമസിക്കാൻ വരുന്ന കാര്യം. എന്നിട്ട് നീ എന്താടാ ചെറ്റ ഇത്രയും നേരമായിട്ട് അത് പറയാന്നത്? അപ്പം നിങ്ങളിത് അറിഞ്ഞില്ലായിരുന്നോ? എൻ്റെ അടുത്ത് പൊന്നു വിളിച്ചപ്പോൾ അന്നേരം പറഞ്ഞായിരുന്നല്ലോ ഇന്നണക്ക് കൂട്ടുകാരി വരുന്നുണ്ടെന്നും അവളാ പറഞ്ഞത് അവിടെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞെന്നൊക്കെ. ഇല്ലടാ, ഞാനും അറിഞ്ഞില്ല, അവനും അറിഞ്ഞില്ല. എൻ്റെ അടുത്ത് ആണെങ്കിൽ നിളയും വിളിച്ചെന്നൊക്കെ ഒന്നും പറഞ്ഞില്ലടാ. അതൊന്നും അല്ല ഇപ്പം പ്രശ്നം. അവനാണെങ്കിൽ അങ്ങോട്ട് പോയേക്കുക ഇതൊന്നും അറിയാതെ. എന്താവോ അവ എനിക്കറിയത്തില്ല. നീയല്ലേ പറഞ്ഞത് അവ സ്റ്റുഡിയോയിലാന്ന്. പിന്നെ എങ്ങനെ അവൻ ഔട്ട് ഹൗസിലോട്ട് പോകുന്നേ? ഡാ അവൻ എൻ്റെ കൂടെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയതാ. 2 എണ്ണം അടിക്കാന്നും പറഞ്ഞ് അവിടെ പോവാന്നും പറഞ്ഞിരുന്നതാ. അപ്പോഴാ നീല എന്നെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് ചെല്ലുക, അവളെയും കൂടി പിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കാരണം ഞാൻ ഇങ്ങ് പോരുന്നു. അവൻ നേരെ അവിടെ പോയി 2 എണ്ണം അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയേക്കുക. എന്ത് പറയാനാ, നിനക്കറിയാലോ നമ്മൾ പുറത്ത് പബ്ലിക്കായിട്ട് പോയി അടിച്ചു കഴിഞ്ഞാൽ ഫാൻസ് ആയിരിക്കും, ഫുള്ള് റിപ്പോർട്ടാവും, മീഡിയ ആവും. അത് കാരണമല്ലേ നമ്മൾ എപ്പോഴും അവിടെ രഹസ്യമായിട്ട് പോയിരുന്ന് അടിക്കുന്നത്. അതും ഫ്രണ്ട് ഡോർ വരെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. അവൻ ആ കൊച്ചിനെ കാണാൻ പറ്റി അവിടെ ഉണ്ടെന്നറിയാം. അപ്പം ബാക്ക് വഴിയല്ലേടാ കയറുന്നത്. ഇനി ഫ്രണ്ട് ഡോർ വഴി കയറി കഴിഞ്ഞാൽ എല്ലാവരും കാണുമെന്നുള്ള കാരണമല്ലേ നമ്മൾ ബാക്ക് വഴി എപ്പോഴും കയറുന്നത്. അതുപോലെ അവൻ ഇന്നും ബാക്ക് വഴി ആയിരിക്കും കയറിയേക്കുന്നത്. ഓ നാശം, ഇതിപ്പം മൊത്തത്തിൽ പ്രശ്നമാവുമല്ലേ. നീ ഒരു കാര്യം ചെയ്യും, നീ അവനെ ഫോൺ എടുത്തൊന്ന് വിളിക്ക്. എടാ ഞാനിത് അറിഞ്ഞപ്പോൾ മുതൽ അവനെ വിളിക്കുക. അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ ഫോൺ എപ്പോഴും സൈലന്റ് ആക്കിയില്ലേ വെച്ചേക്കത്തുള്ളൂ. ഞാൻ വിളിച്ചിട്ട് അവൻ എടുക്കുന്നതും ഇല്ല. നീ അവ എടുക്കുന്നത് വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഞാനും വിളിച്ചുകൊണ്ടിരിക്കുക. അവൻ എപ്പോഴേലും എന്തായാലും കോൾ എടുക്കാതിരിക്കത്തില്ലല്ലോ. നീ എന്തായാലും വിളിക്കും, ഞാനും വിളിക്കാം.
എൻ്റെ കർത്താവേ, ഇനി വേണം രണ്ടെണ്ണം അടിച്ചിട്ടൊന്ന് പോയി കിടന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ. ഇതാരായി ബെഡ്റൂം തുറന്നിട്ടേക്കുന്നത്? ഇനി പരട്ട ചേട്ടൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്നെക്കാളും മുന്നേ വന്നങ്ങാണ് സാധനം മൊത്തം അടിച്ച് തീർത്തിട്ട് പോയ കർത്താവേ. അങ്ങ് ഞാൻ കൊല്ലൂല്ലേ അങ്ങേര്. അയ്യോ, ഇതാരായി കിടന്നുറങ്ങുന്ന? ചേട്ടനല്ലല്ലേ? ഇതൊരു പെണ്ണാണല്ലോ. ഇനി വല്ല കള്ളിയാണോ എൻ്റെ കർത്താവേ? ഞങ്ങളുടെ വീട്ടിലും കള്ളന്മാരും കള്ളികളും കയറാൻ തുടങ്ങി. ശരിയാക്കി കൊടുക്കാം. അല്ല, ഞാൻ ഈ കൊച്ചിനെ എവിടെയോ ഇതിനില്ലേ ഇന്ന് രാവിലെ എയർപോർട്ടിൽ വെച്ച് കണ്ടേ? എന്നതാ കർത്താവേ ഇതൊക്കെ? ഈ പെങ്കൊച്ചെന്നാലും എങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്നേ? എന്തായാലും കള്ളിയൊന്നും അല്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാണാനൊക്കെ ഒരു ചന്തമുണ്ട്. ചേട്ടനെ വിളിച്ച കാര്യം പറഞ്ഞാലോ? എന്തായാലും വിളിച്ച കാര്യം പറഞ്ഞു നോക്കാം. അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങളെല്ലാം. ഉറങ്ങാണേലും കാണാൻ നല്ല മാലാഖയെ പോലൊക്കെ ഉണ്ട്.